നമസ്കാരം. നമ്മുടെ നാടിന്റെ, പ്രത്യേകിച്ച് വയനാടിന്റെയും ഇടുക്കിയുടെയും ഒക്കെ ജീവനാഡിയായ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ എന്നും രാവിലെ എഴുന്നേറ്റ് കുടിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായി നമ്മൾ വിളയിച്ചെടുക്കുന്ന കാപ്പിയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പുറമേ നിന്ന് നോക്കുമ്പോൾ കാര്യങ്ങൾ വളരെ ഭംഗിയായി തോന്നാം. കാരണം ഇന്ന് വിപണിയിൽ കാപ്പിക്ക് നല്ല വിലയുണ്ട്. എന്നാൽ ആ വിലയുടെ തിളക്കത്തിനപ്പുറം വലിയൊരു കാർമേഘം നമ്മുടെ കാപ്പി കർഷകർക്ക് മുകളിൽ ഉരുണ്ടുകൂടുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, യൂറോപ്യൻ യൂണിയൻ ഡീഫോറസ്റ്റേഷൻ റെഗുലേഷൻ അഥവാ EUDR എന്ന പുതിയ നിയമമാണ്. എന്താണ് ഈ നിയമം? ഇത് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്? എന്തുകൊണ്ട് നമ്മൾ ഇതിനെ ഭയപ്പെടണം? ഇതിനൊക്കെ എന്താണ് പരിഹാരം? ഈ കാര്യങ്ങൾ വളരെ വിശദമായി ഇവിടെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യം നമുക്ക് നല്ല കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. കഴിഞ്ഞ കുറച്ച് നാളുകളായി കാപ്പിയുടെ വില വിപണിയിൽ ഉയർന്നു നിൽക്കുകയാണ്. റോബസ്റ്റ കാപ്പിക്ക് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന വിലയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് സന്തോഷം തോന്നും. വർഷങ്ങളായി വിലയിടിവും കാലാവസ്ഥാ പ്രശ്നങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്ന കർഷകർക്ക് ഇതൊരു ആശ്വാസമാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വില കൂടിയത്? അതിന് പ്രധാന കാരണം നമ്മുടെ നാട്ടിലെ കാര്യങ്ങളല്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളായ വിയറ്റ്നാമിലും ബ്രസീലിലും ഉണ്ടായ പ്രശ്നങ്ങളാണ് ഇതിന് കാരണം. അവിടെ കാലാവസ്ഥ മോശമായതുകൊണ്ട് ഉൽപ്പാദനം വലിയ തോതിൽ കുറഞ്ഞു. വിയറ്റ്നാമിലും ബ്രസീലിലും സംഭവിക്കുന്ന കടുത്ത വരൾച്ച അവരുടെ കൃഷിയെ നശിപ്പിച്ചു. അങ്ങനെ ലോക വിപണിയിൽ കാപ്പിയുടെ ലഭ്യത കുറഞ്ഞു. സാധനം കുറവാകുമ്പോൾ വില കൂടും എന്നത് വിപണിയുടെ നിയമമാണല്ലോ. അങ്ങനെയാണ് നമുക്കിപ്പോൾ ഈ ഉയർന്ന വില ലഭിക്കുന്നത്. പക്ഷേ ഈ സന്തോഷം അധികകാലം നിലനിൽക്കുമോ? അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. വില കൂടി നിൽക്കുന്ന ഈ സമയത്ത് തന്നെ നമ്മുടെ കാപ്പി വിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നാലോ? അതാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഈ വെല്ലുവിളിയുടെ പേരാണ് EUDR അഥവാ യൂറോപ്യൻ യൂണിയൻ ഡീഫോറസ്റ്റേഷൻ റെഗുലേഷൻ. എന്താണ് ഈ EU ഡീഫോറസ്റ്റേഷൻ ലോ? ലളിതമായി പറഞ്ഞാൽ, യൂറോപ്പിലെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കാരണം ലോകത്തൊരിടത്തും കാട് നശിക്കാൻ പാടില്ല എന്ന്. അത് നല്ലൊരു തീരുമാനമാണ്. പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ എല്ലാവരും കൂടെ നിൽക്കണം. പക്ഷേ അവർ കൊണ്ടുവന്ന ഈ നിയമം നമ്മുടെ പാവപ്പെട്ട കർഷകരെ എങ്ങനെ ബാധിക്കുമെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഈ നിയമം അനുസരിച്ച് 2020 ഡിസംബർ 31 ശേഷം കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്ത ഭൂമിയിൽ നിന്നുള്ള കാപ്പിയോ മറ്റുൽപ്പന്നങ്ങളോ യൂറോപ്പിലേക്ക് ഇറക്കുമതി ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന കാപ്പി കാട് നശിപ്പിച്ചുണ്ടാക്കിയതല്ല എന്ന് നമ്മൾ തെളിയിക്കണം. എന്റെ തോട്ടം കാടുവെട്ടി ഉണ്ടാക്കിയതല്ല, ഇത് പാരമ്പര്യമായി കിട്ടിയതാണെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. അത് തെളിയിക്കാൻ കൃത്യമായ രേഖകളും സാങ്കേതിക വിദ്യയും വേണം. യൂറോപ്പിലേക്ക് കാപ്പി അയക്കുമ്പോൾ ആ കാപ്പി ഏത് തോട്ടത്തിൽ നിന്നാണ് വന്നത്, ആ തോട്ടം എവിടെയാണ് നിൽക്കുന്നത്, അവിടെ 2020 ശേഷം മരങ്ങൾ മുറിച്ചിട്ടുണ്ടോ എന്നീ കാര്യങ്ങൾ കൃത്യമായി പറയണം. ഇതിനായി നമ്മുടെ തോട്ടത്തിന്റെ ജിയോ ലൊക്കേഷൻ അല്ലെങ്കിൽ GPS കോർഡിനേറ്റ്സ് നൽകണം. 4 ഹെക്ടറിൽ കൂടുതൽ, അതായത് ഏകദേശം 10 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ അവരുടെ തോട്ടത്തിന്റെ അതിരുകൾ കൃത്യമായി ഡിജിറ്റൽ ഭൂപടത്തിൽ വരച്ചു നൽകണം. ഇതിനെ പോളിഗൺ മാപ്പിംഗ് എന്ന് പറയും. ചെറിയ കർഷകർ അവരുടെ തോട്ടത്തിന്റെ കൃത്യമായ സ്ഥാനം കാണിക്കുന്ന ഒരു പോയിന്റെങ്കിലും നൽകണം. ഇതൊന്നും കൂടാതെ നമ്മൾ ഈ കൃഷി ചെയ്യുന്നത് രാജ്യത്തെ നിയമങ്ങൾ പാലിച്ചാണോ, തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ, മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നുണ്ടോ എന്നൊക്കെ തെളിയിക്കുന്ന ഡ്യൂ ഡിലിജൻസ് സ്റ്റേറ്റ്മെന്റ് കൂടി നൽകണം. ചുരുക്കത്തിൽ, പണ്ട് നമ്മൾ ചാക്കിൽ കെട്ടി ഏൽപ്പിക്കുന്നത് പോലെ ഇനി കാപ്പി കൊടുക്കാൻ കഴിയില്ല. ഓരോ കാപ്പിക്കുരുവിനും ഒരു ജാതകം വേണം എന്ന് പറയുന്ന അവസ്ഥയാണിത്. കേരളത്തിലെ കർഷകരെ ഇത് ബാധിക്കുന്നത് എങ്ങനെ? നിങ്ങൾ ചോദിച്ചേക്കാം, യൂറോപ്പിലെ നിയമം നമ്മളെ എന്തിനു ബാധിക്കണം, നമ്മൾ ഇവിടെയല്ലേ കൃഷി ചെയ്യുന്നത് എന്ന്. പക്ഷെ കാര്യം അങ്ങനെയല്ല. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന കാപ്പിയുടെ 70% പോകുന്നത് യൂറോപ്പിലേക്കാണ്. ഇറ്റലി, ജർമ്മനി, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളാണ് നമ്മുടെ കാപ്പിയുടെ ഏറ്റവും വലിയ ആവശ്യക്കാർ. നമ്മുടെ വയനാടൻ റോബസ്റ്റ കാപ്പിക്ക് അവിടെ വലിയ ഡിമാൻഡാണ്. ഇപ്പോൾ ഈ പുതിയ നിയമം വന്നാൽ ഈ രാജ്യങ്ങളിലേക്ക് കാപ്പി അയക്കണമെങ്കിൽ ആദ്യം പറഞ്ഞ നിബന്ധനകൾ എല്ലാം പാലിക്കണം. വലിയ എസ്റ്റേറ്റുകൾക്കും കമ്പനികൾക്കും ഇത് എളുപ്പമായിരിക്കും. അവർക്ക് അതിനുള്ള പണവും ആളുകളും സാങ്കേതിക വിദ്യയുമുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലെ കാര്യം എന്താണ്? ഇവിടെ 90% കർഷകരും ചെറുകിട കർഷകരാണ്. 1-2 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നവരാണ് ഭൂരിഭാഗവും. ഇവർക്ക് എങ്ങനെയാണ് ഈ ജിയോ ടാഗിങ്ങും ഡിജിറ്റൽ മാപ്പിങ്ങും ഒക്കെ ചെയ്യാൻ കഴിയുക? സ്മാർട്ട് ഫോൺ പോലും ഉപയോഗിക്കാൻ അറിയാത്ത അനേകം കർഷകർ നമുക്കിടയിലുണ്ട്. അവർക്കിതൊക്കെ വലിയ തലവേദനയാണ്. മാത്രമല്ല, ഇതിനൊക്കെ വലിയ ചെലവ് വരും. ഓരോ വർഷവും സർട്ടിഫിക്കറ്റ് പുതുക്കാൻ പണം കൊടുക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ വളത്തിനും കൂലിക്കും പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന കർഷകൻ ഇതിന് എവിടെ നിന്ന് പണം കണ്ടെത്തും? മറ്റൊരു പ്രധാന പ്രശ്നം നമ്മുടെ രേഖകളാണ്. കേരളത്തിലെ പല കർഷകർക്കും പട്ടയം സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ട്. വനാവകാശ നിയമപ്രകാരം ഭൂമി കിട്ടിയവരുണ്ട്, കൈവശാവകാശ രേഖ മാത്രമുള്ളവരുമുണ്ട്. യൂറോപ്യൻ നിയമം അനുസരിച്ച് കൃഷി ചെയ്യുന്ന ഭൂമിക്ക് നിയമപരമായ എല്ലാ രേഖകളും വേണം. രേഖകൾ കൃത്യമല്ലെങ്കിൽ ആ കാപ്പി അവർ എടുക്കില്ല. ഇത് നമ്മുടെ ആദിവാസി മേഖലയിലെ കർഷകരെയും കുടിയേറ്റ കർഷകരെയും വലിയ പ്രതിസന്ധിയിലാക്കും. ഇവിടെ മറ്റൊരു തമാശ കൂടിയുണ്ട്. യൂറോപ്യന്മാർക്ക് കാട് എന്താണെന്ന് കൃത്യമായി അറിയില്ല. അവർ വിചാരിച്ചിരിക്കുന്നത് മരങ്ങൾ തിങ്ങി നിറഞ്ഞ സ്ഥലമെല്ലാം കാടാണ് എന്നാണ്.
നമ്മുടെ വയനാട്ടിലെയും ഇടുക്കിയിലെയും കാപ്പിത്തോട്ടങ്ങൾ നോക്കൂ. അവിടെ നിറയെ മരങ്ങളാണ്. കാപ്പിച്ചെടിക്ക് തണൽ വേണം. അതുകൊണ്ട് നമ്മൾ പ്ലാവ്, തേക്ക്, സിൽവർ ഓക്ക് തുടങ്ങിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു. ഉപഗ്രഹത്തിലൂടെ നോക്കുമ്പോൾ നമ്മുടെ തോട്ടങ്ങൾ കാട് പോലെ തന്നെ ഇരിക്കും. 2020 ശേഷം നമ്മൾ തോട്ടത്തിലെ പഴയ മരങ്ങൾ മുറിച്ച് പുതിയത് വെച്ചാൽ ഉപഗ്രഹ ചിത്രങ്ങളിൽ അത് കാട് നശിപ്പിച്ചു അല്ലെങ്കിൽ ഡീഫോറസ്റ്റേഷൻ എന്ന് തെറ്റായി കാണിക്കാൻ സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ കൃഷി ചെയ്യുകയാണ്, കാട് വെട്ടുകയല്ല. പക്ഷെ ഇത് ആ കമ്പ്യൂട്ടറിന് മനസ്സിലാകുമോ? ഇല്ല. ഇത് തെളിയിക്കാൻ നമ്മൾ വീണ്ടും കഷ്ടപ്പെടേണ്ടി വരും. നമ്മുടെ പരിസ്ഥിതി സംരക്ഷണ രീതി തന്നെ നമുക്ക് വിനയാകുന്ന അവസ്ഥയാണിത്. ഈ നിയമം എന്നു മുതൽ നടപ്പിലാകും? വലിയ കമ്പനികൾക്ക് 2025 ഡിസംബർ 30 വരെ സമയമുണ്ട്. എന്നാൽ ചെറുകിട കർഷകർക്ക് 2026 ജൂൺ 30 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. കേൾക്കുമ്പോൾ കുറെ സമയമുണ്ടെന്ന് തോന്നും. പക്ഷേ നമ്മുടെ കാർഷിക രീതികൾ മാറ്റാനും എല്ലാവരെയും രജിസ്റ്റർ ചെയ്യിക്കാനും ഈ സമയം ഒട്ടും മതിയാകില്ല. ഇപ്പോൾ തന്നെ വിപണിയിൽ ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. യൂറോപ്പിലെ വലിയ ബയേഴ്സ് ഇപ്പോൾ തന്നെ കാപ്പി വാങ്ങി സംഭരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിയമം വരുന്നതിന് മുമ്പ് കിട്ടാവുന്നത്ര കാപ്പി വാങ്ങി വെക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ വില കൂടുന്നത്. പക്ഷെ നിയമം വന്നു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കാപ്പി ആർക്കും വേണ്ടാതാകും. അപ്പോൾ വില കുത്തനെ ഇടിയും. സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കാപ്പി എന്തു ചെയ്യും? നമ്മളത് മറ്റു രാജ്യങ്ങളിലേക്ക്, ഉദാഹരണത്തിന് ചൈനയിലേക്കോ ഗൾഫ് രാജ്യങ്ങളിലേക്കോ കൊടുക്കേണ്ടി വരും. പക്ഷേ അവർ യൂറോപ്പിനെ പോലെ ഉയർന്ന വില തരില്ല. അവർക്കറിയാം നമുക്ക് വേറെ വഴിയില്ല എന്ന്. അപ്പോൾ അവർ കുറഞ്ഞ വിലയ്ക്ക് ചോദിക്കും. ഫലത്തിൽ നമ്മുടെ കർഷകരുടെ വരുമാനം വീണ്ടും കുറയും. ഈ പ്രതിസന്ധി മുന്നിൽ കണ്ട് കോഫി ബോർഡ് ഓഫ് ഇന്ത്യ ചില നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. കർഷകരെ സഹായിക്കാൻ അവർ ഒരു മൊബൈൽ ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ത്യൻ കോഫി ആപ്പ് വഴി കർഷകർക്ക് അവരുടെ തോട്ടത്തിന്റെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാം. കോഫി ബോർഡിന്റെ ഉദ്യോഗസ്ഥർ വയനാട്ടിലും മറ്റും ക്യാമ്പുകൾ നടത്തി കർഷകരെ ഇതിൽ ചേർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. ഇത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇതിന്റെ വേഗത പോരാ. ലക്ഷക്കണക്കിന് കർഷകരുള്ള നമ്മുടെ നാട്ടിൽ വെറും കുറച്ചു പേർ മാത്രമാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പലർക്കും ഇതിനെക്കുറിച്ച് അറിവ് പോലുമില്ല. കർഷകർക്ക് അവരുടെ തോട്ടത്തിന്റെ ലൊക്കേഷൻ ഫോണിലെടുത്ത് അപ്ലോഡ് ചെയ്യാൻ അറിയില്ല. ഇന്റർനെറ്റ് കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. സെർവർ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ സാങ്കേതികമായ പല തടസ്സങ്ങളും നിലനിൽക്കുന്നു. കോഫി ബോർഡ് മാത്രം വിചാരിച്ചാൽ ഇത് നടക്കില്ല. പഞ്ചായത്തുകളും കൃഷിഭവനുകളും കർഷക സംഘടനകളും എല്ലാം ഇതിൽ കൈകോർക്കണം. നമുക്ക് മുന്നിലുള്ള വഴികൾ എന്തൊക്കെയാണ്? നമ്മളപ്പോൾ തോറ്റു പിന്മാറണോ? ഒരിക്കലും വേണ്ട. കേരളത്തിലെ കർഷകർ പല പ്രതിസന്ധികളെയും അതിജീവിച്ചവരാണ്. പ്രളയത്തെയും വരൾച്ചയെയും നമ്മൾ നേരിട്ടു. ഇതിനെയും നമ്മൾ നേരിടും. അതിന് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി, എല്ലാ കർഷകരും കോഫി ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം. ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവരെ നമ്മൾ സഹായിക്കണം. യുവാക്കൾ ഇതിൽ മുന്നിട്ടിറങ്ങണം. നമ്മുടെ അച്ഛനമ്മമാർക്കോ അയൽവാസികൾക്കോ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ അവരെ നമ്മൾ സഹായിക്കണം. ഓരോ തോട്ടവും ഡിജിറ്റലായി അടയാളപ്പെടുത്തണം. രണ്ടാമതായി, കർഷക കൂട്ടായ്മകൾ ശക്തിപ്പെടണം. ഒറ്റയ്ക്ക് നിന്നാൽ നമുക്ക് ഈ വലിയ നിയമങ്ങളെ നേരിടാൻ കഴിയില്ല. ബ്രഹ്മഗിരി പോലെയുള്ള വയനാട്ടിലെ സഹകരണ സംഘങ്ങൾ ഇപ്പോൾ തന്നെ ഇതിനായി ശ്രമിക്കുന്നുണ്ട്. കർഷകർ ഒന്നിച്ചു നിന്നാൽ സർട്ടിഫിക്കേഷൻ എടുക്കാനുള്ള ചെലവ് കുറയ്ക്കാം. ഒരു ഗ്രൂപ്പായി നിന്നാൽ നമുക്ക് ബാർഗെയിൻ ചെയ്യാനുള്ള ശക്തി കിട്ടും. മൂന്നാമതായി, നമ്മൾ കൃഷി ചെയ്യുന്ന രീതികൾ രേഖപ്പെടുത്തണം. എപ്പോൾ വളമിട്ടു, എപ്പോൾ വിളവെടുത്തു, എന്ത് മരുന്നടിച്ചു എന്നൊക്കെ എഴുതി സൂക്ഷിക്കണം. പണ്ട് നമ്മൾ കണക്കുകൾ മനസ്സിലാണ് സൂക്ഷിച്ചിരുന്നത്. ഇനി അത് പോരാ. എല്ലാം പേപ്പറിലോ കമ്പ്യൂട്ടറിലോ വേണം. നാലാമതായി, നമ്മൾ തണൽ കൃഷി ഒരു ഗുണമായി മാറ്റണം. നമ്മൾ കാട് നശിപ്പിക്കുകയല്ല, മറിച്ച് കാടിനെ സംരക്ഷിച്ചുകൊണ്ടാണ് കൃഷി ചെയ്യുന്നത് എന്ന് ലോകത്തെ അറിയിക്കണം. നമ്മുടെ കാപ്പി പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നില്ല എന്ന് തെളിയിച്ചാൽ യൂറോപ്പിന് ഇതിന് കൂടുതൽ വില കിട്ടും. വയനാടൻ റോബസ്റ്റ എന്നത് ഒരു ബ്രാൻഡായി മാറണം. ഈ ഭാരം മുഴുവൻ കർഷകന്റെ തലയിൽ കെട്ടിവെക്കരുത്. കർഷകർക്ക് സൗജന്യമായി ജിയോ ടാഗിംഗ് നടത്തി കൊടുക്കണം. ഇതിനാവശ്യമായ സാങ്കേതിക സഹായം പഞ്ചായത്ത് തലത്തിൽ ലഭ്യമാക്കണം. പട്ടയമില്ലാത്ത കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിൽ നിന്നുള്ള ഉൽപ്പന്നം വിൽക്കാൻ തടസ്സമുണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തണം. കൂടാതെ യൂറോപ്പ് മാത്രമല്ല വിപണിയെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കാപ്പിക്ക് പുതിയ വിപണികൾ കണ്ടെത്താൻ സർക്കാർ മുൻകൈ എടുക്കണം. നമ്മുടെ നാട്ടിൽ തന്നെ കാപ്പിയുടെ ഉപഭോഗം കൂട്ടണം. വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ കർഷകരെ സഹായിക്കണം. കാപ്പിക്കുരുവായി വിൽക്കാതെ കാപ്പിപ്പൊടിയായും മറ്റു ഉൽപ്പന്നങ്ങളായും മാറ്റിയാൽ കർഷകന് കൂടുതൽ ലാഭം കിട്ടും. EUDR എന്ന ഈ നിയമം ഒരു വെല്ലുവിളിയാണ്, സംശയമില്ല. പക്ഷേ ഇതൊരു അവസരം കൂടിയാണ്. നമ്മുടെ കൃഷിരീതികൾ നവീകരിക്കാനും ലോക നിലവാരത്തിലേക്ക് ഉയരാനും ഇതൊരു കാരണമാകും. നമ്മൾ ഭയന്ന് പിന്മാറിയാൽ നമ്മുടെ സ്ഥാനം തട്ടിയെടുക്കാൻ വിയറ്റ്നാമും ഇന്തോനേഷ്യയും ഒക്കെ കാത്തിരിക്കുകയാണ്. അവർ ഇതിനകം തന്നെ ഈ നിയമങ്ങൾ അനുസരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. നമ്മളും ഒട്ടും വൈകരുത്. നമ്മുടെ കാപ്പി വെറും കാപ്പിയല്ല, അത് നമ്മുടെ വിയർപ്പാണ്, നമ്മുടെ സ്വപ്നമാണ്. ആ സ്വപ്നം കരിഞ്ഞു പോകാൻ നമ്മൾ സമ്മതിക്കരുത്. ശാസ്ത്രീയമായ കൃഷിരീതികളും സാങ്കേതിക വിദ്യയും ഒത്തൊരുമയും ഉണ്ടെങ്കിൽ ഏത് യൂറോപ്യൻ നിയമത്തെയും നമുക്ക് മറികടക്കാം. നമ്മുടെ കാപ്പിയുടെ മണം ലോകം മുഴുവൻ പടരുക തന്നെ ചെയ്യും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.